നമുക്ക് ശരിയെന്ന് തോന്നുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. കാരണം നമ്മുടെ ശരികൾ പറയാൻ നമ്മളേ ഉള്ളൂ. തെറ്റുകൾ പറയാൻ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും അവഗണിക്കരുത്. കാരണം കല്ലുകൾ ശേഖരിക്കുമ്പോൾ വജ്രമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും. ഒരിക്കൽ നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കിയതായി തോന്നിയാൽ പിന്നെ ഒരിക്കലും അവരെ ശല്യപ്പെടുത്തരുത്. ചിലപ്പോൾ നിങ്ങൾ ഒന്നും പറയേണ്ടതില്ല. നിശബ്ദത എല്ലാം സംസാരിക്കുന്നു. ജീവിതം എന്നത് സന്തോഷം, ദുഃഖം, പ്രയാസങ്ങൾ, നല്ല സമയം എന്നിവയുടെ ഒരു വൃത്തമാണ്. നിങ്ങൾ പ്രയാസകരമായ സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നുവെങ്കിൽ വിശ്വസിക്കുക, നല്ല സമയങ്ങൾ വരാനിരിക്കുന്നു. കടന്നുപോയ വഴികളും വന്നു ചേരുന്ന മനുഷ്യരും തന്നുപോയ നഷ്ടങ്ങളും ഇറങ്ങിപ്പോയ സമയവുമൊക്കെ പാഠങ്ങളാണ്. ഓരോരുത്തരുടെയും ജീവിത പാഠങ്ങൾ. ജീവിതത്തിൽ എന്തൊക്കെ നാം നേടിയെടുത്താലും അത് നമ്മൾ നഷ്ടപ്പെടുത്തിയ സമാധാനത്തോളം വരില്ല. ശാന്തമായി ഉറങ്ങാൻ ആവുക എന്നതിൽ കവിഞ്ഞൊരു സൗഭാഗ്യം ജീവിതത്തിൽ വേറെയില്ല. നല്ല സമയം നോക്കിയിരുന്നാൽ ഒന്നും തുടങ്ങി വയ്ക്കാൻ നമുക്കാവില്ല. അതിനാൽ നാം എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്ന് തുടങ്ങുക. ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്നില്ല. ഒരു നല്ല പുസ്തകം 100 നല്ല കൂട്ടുകാർക്ക് സമമാണ്. എന്നാൽ ഒരു നല്ല സുഹൃത്ത് ഒരു നല്ല ഗ്രന്ഥശാലയ്ക്ക് സമാനമാണ്. നിങ്ങൾ ഭയപ്പെടാൻ വിനിയോഗിക്കുന്ന സമയവും ഊർജവും പ്രവൃത്തികൾക്ക് നൽകിയാൽ ഉറപ്പായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. കഴിഞ്ഞുപോയ ദിനങ്ങളെല്ലാം നല്ലതിനാണെന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, കൈവിട്ടുപോയതൊക്കെ നഷ്ടങ്ങളല്ലെന്ന് ചിന്തിക്കാതെ, കയ്യിലുള്ളത് നഷ്ടപ്പെടുമോ എന്ന് ഭയക്കാതെ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം സുന്ദരമാകുന്നത്. നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും നന്ദി ഉണ്ടാകണം. കാഴ്ചകളെ വലുതാക്കിയതിന്, മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിച്ചതിന്, ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതിന്. ജീവിത വിജയത്തിനായി ഓടുമ്പോൾ വഴിയിൽ വീണുപോയവർക്ക് ഒരു കൈത്താങ്ങ് നൽകുക. ഒരുപക്ഷെ ഈ ജീവിതയാത്രയിൽ അവർ ആയേക്കാം നമ്മുടെ വെളിച്ചം. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത്. നിങ്ങൾ ധൈര്യത്തോടെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ജീവിതം വളരെ എളുപ്പമാണ്. നിങ്ങളുടെ അത്യാഗ്രഹത്തിനായി മാത്രം ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഫലപ്രദമാകില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയത് എന്താണോ അത് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത് സ്നേഹമോ വഞ്ചനയോ ബഹുമാനമോ എന്തുമായിക്കൊള്ളട്ടെ. നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും നിങ്ങളുടെ ദുഃഖത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും കൈവിടരുത്. കാരണം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കെപ്പോഴും ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരിക്കും. 2 സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക. ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സിലാകുമ്പോഴും, നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് നിങ്ങളുടെ മാനസികാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുമ്പോഴും. പ്രചോദനത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം നിങ്ങളുടെ ചിന്തകളാണ്. അതിനാൽ വലിയ ചിന്തകളിലൂടെ വിജയിക്കാൻ സ്വയം പ്രചോദിപ്പിക്കുക. എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് രക്തബന്ധങ്ങളെക്കാൾ ഹൃദയബന്ധങ്ങൾ പ്രസക്തമാകുന്നത്. എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല, ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. 1000 ആളുകൾ ഉണ്ടായാലും തളരില്ല എന്നുള്ള മനസ്സ് മാത്രം മതി. വിജയം തീർച്ചയായും നമ്മുടെ ഒപ്പം ഉണ്ടാവും. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും നമ്മൾ കഠിനമായി ആഗ്രഹിച്ചാൽ മാത്രം. മറ്റെല്ലാം ത്യജിച്ചാൽ ജീവിതത്തിൽ എന്തും നേടാനാകും.
വീഴ്ചകൾ ഒന്നും തന്നെ പറ്റാതിരിക്കുന്നതിലല്ല, ഓരോ തവണയും എഴുന്നേൽക്കുന്നതിലാണ് മാഹാത്മ്യം. മനസ്സ് പെട്ടെന്നാരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നത് എന്ന് കാലം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആര് വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടത് എന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസം ഉണ്ടാകുന്നു. ജീവിതം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ.